അതായത് പാർട്ടി തീർച്ചയായിട്ടും അതിന് ക്ലാരിറ്റി വരുത്തുന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം അത്ര പ്രാധാന്യത്തോടുകൂടിയാണ് ചില മാധ്യമങ്ങൾ ഈ ഒരു കത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രചരണം നടത്തിയിരിക്കുന്നത്. ഇത് തിരഞ്ഞെടുപ്പിന് മുന്നിൽ കാണുന്ന ഒരു പ്രചരണമായിട്ട് മാത്രമേ ഞങ്ങൾ ഇതിനെ കാണുന്നു. പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യുന്ന കാര്യമുണ്ട്, പാർട്ടിക്കകത്ത് പുറത്ത് ചർച്ച ചെയ്യുന്ന കാര്യമുണ്ട്. അങ്ങനെ പല നടപടികളും പാർട്ടിക്കകത്ത് ഉണ്ടല്ലോ. ഈ 2016 പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് വരുന്നതിന് മുമ്പ് എന്തുമാത്രം വിവാദങ്ങൾ, ഇതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള ആളുകളെ വിശ്വസിപ്പിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള വിവാദങ്ങളിലൂടെ കൊണ്ടുപോകും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായിട്ടാണെങ്കിൽ ലാവ്ലിൻ കേസ് എത്രയോ നാളുകൾ വേട്ടയാടപ്പെട്ടു. യഥാർത്ഥ കോടിയേരി ബാലകൃഷ്ണന് അവസാന നിലയിൽ ഈ ഇത്രയും ഒരു മാനസിക സംഘർഷം എടുത്തതിൽ കുടുംബത്തിനെതിരായിട്ടുള്ള അടിസ്ഥാനരഹിതമായിട്ടുള്ള ആശയമാണ്. അതിപ്പം തെളിഞ്ഞു കഴിഞ്ഞു. അതൊന്നും ഇതുവരെ ആരും തെളിയിക്കപ്പെട്ടിട്ടില്ലല്ലോ. ഒരു കോടതി തെളിയിക്കപ്പെട്ടിട്ടില്ല, മറ്റേതെങ്കിലും ആധികാരികമായിട്ടുള്ള സ്ഥാപനങ്ങൾ തെളിയിക്കപ്പെട്ടിട്ടില്ല. ഇത് സമൂഹത്തിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുക എന്നുള്ള സംഗതിയാണ്. ഇതിനെ സംബന്ധിച്ചിടത്തോളം ആധികാരികമായിട്ടുള്ള കാര്യങ്ങൾ പാർട്ടി സെക്രട്ടറി പറയേണ്ട ബന്ധപ്പെട്ടവരും പറയും. നിങ്ങൾ ചോദിച്ചതിൻ്റെ പേരിൽ ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഇത്തരം അടിസ്ഥാനരഹിതമായിട്ടുള്ള ആക്ഷേപങ്ങൾ കൊണ്ടൊന്നും CPM-നെയും CPM-ൻ്റെ നേതാക്കന്മാരെയും തകർക്കുന്നതിന് വേണ്ടി കഴിയില്ല എന്നുള്ളതാണ്. പിണറായി വിജയനെതിരായിട്ടുള്ള ആക്ഷേപം ഉന്നയിക്കപ്പെട്ടത് പിണറായി വിജയനെ ക്ഷീണപ്പെടുത്തിയാൽ പാർട്ടിയും ക്ഷീണപ്പെടും. അതിന് ഗോവിന്ദമാഷിനെ ക്ഷീണപ്പെടുത്തിയാൽ പാർട്ടിയും ക്ഷീണപ്പെടും. ഇതാണ് ഈ ആക്ഷേപം കൊണ്ടുവരുന്നവരെ സംബന്ധിച്ചിടത്തോളം. ഈ ആക്ഷേപം കൊണ്ടുവരുന്ന ഈ ചില മാധ്യമങ്ങൾ തന്നെ കോൺഗ്രസിൻ്റെയും BJP-യുടെയും കാര്യത്തിൽ ഈ നിലപാട് സ്വീകരിക്കാത്തതെന്താ? അപ്പോൾ അത് പക്ഷപാതപരമായി ഒരു CPM വിരോധം മാത്രമാണ്. ഞങ്ങളിതിലൊന്നും പുറകോട്ട് പോകുന്ന പ്രശ്നമല്ല. ജനങ്ങളുടെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോകും. ജനങ്ങൾ ആ കാര്യങ്ങൾ വിശ്വസിക്കുന്നതിൻ്റെ തെളിവാണ് ഒന്നാം പിണറായി ഗവൺമെൻറ്, രണ്ടാം പിണറായി ഗവൺമെൻറ്റും. തീർച്ചയായിട്ടും മൂന്നാം പിണറായി ഗവൺമെൻറ് വരുമെന്നുള്ള ചിന്തയുടെയും അവരുടെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ, അവർക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴേ അവർ രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അവർ പ്രവർത്തനം ആരംഭിച്ചെന്ന് കണ്ടാൽ മതിയാവും. ഇങ്ങനെ ഒരു കത്ത് PV മുമ്പിൽ വന്നതുകൊണ്ടല്ലേ അദ്ദേഹത്തെ പാർട്ടി കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയത്? അത് മാധ്യമങ്ങൾ പ്രചരിപ്പിച്ച ഒരു കഥയല്ലല്ലോ. ഒരു കത്ത് യാഥാർത്ഥ്യമാണെന്ന് പാർട്ടി തന്നെ നേരത്തെ സമ്മതിച്ചതാണല്ലോ. അപ്പൊ ഇതിപ്പോ പാർട്ടിക്ക് കൊടുത്തൊരു കത്ത് പുറത്തു പോയി എന്നുള്ളൊരു പരാതിയാണ് വാർത്ത ചെയ്യുന്ന മാധ്യമങ്ങൾ. അപ്പൊ അതിലെന്താണ് മാധ്യമങ്ങൾ ഒരു കഥ പ്രചരിപ്പിക്കുന്നത്? കത്തിൻ്റെ കാര്യം അത്ര ഗൗരവമുള്ള നമ്മുടെ പാർട്ടിക്കകത്ത് ഒരു വർഷക്കാലം പാർട്ടി ജില്ലാ കമ്മിറ്റിയിലും ഏരിയ കമ്മിറ്റിയിലും സംസ്ഥാന കമ്മിറ്റിയിലും എത്രയോ ആയിരക്കണക്കിന് കത്തുകളാണ് വരുന്നത്. അതിൽ ഗൗരവമുള്ള കത്തുണ്ടാവും, പിന്നെ ഗൗരവമില്ലാത്ത കത്തുണ്ടാവും, കള്ളക്കത്തുണ്ടാവും, പേര് വെച്ചെഴുതാത്ത കത്തുണ്ടാവും. അതൊക്കെ ദിവസവും പ്രസിദ്ധീകരിച്ചുകൊണ്ടിരുന്നാൽ പിന്നെ അതിനുള്ള സമയമല്ലേ ഉണ്ടാവുള്ളൂ. പാർട്ടി കോൺഗ്രസിന്റെ പ്രതിനിധി ആയി വന്ന രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന ആളെ പാർട്ടി കോൺഗ്രസ് പങ്കെടുപ്പിക്കാതെ തിരിച്ചയച്ചല്ലോ. ഈ കത്തിന്റെ പേരിലാണ് അന്ന് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഗൗരവമുള്ള കത്താണെന്ന് കണ്ടുകൊണ്ടായിരിക്കില്ലേ? അത് തന്നെ ആയിരിക്കും. അത് ഗൗരവമുള്ള കത്ത് പത്രക്കാരല്ലോ കൈകാര്യം ചെയ്യേണ്ടത് പാർട്ടിയാണ്. പത്രക്കാരൊന്നും കൈകാര്യം ചെയ്യുന്നില്ലല്ലോ. വാർത്ത എന്ന് വെച്ചാൽ ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ കൂട്ടിക്കലർത്തി ഉള്ള വാർത്തയാണല്ലോ.